ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമില്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ഹോം ടൂറ്. അപ്പോൾ നമ്മളിവിടെ താമസിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ. എന്താ പറയുക, ഒരു 100-500 വീടുകളുണ്ട് ഈ അപ്പാർട്ട്മെൻറ്റുകൾ. അപ്പോൾ നമ്മളതിൽ അവിടെയാണ് താമസിക്കണം. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത്. ഇപ്പോൾ 2 ബെഡ്റൂമുള്ളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. അപ്പം ഞാൻ ചെറിയ രീതിയിൽ ഞാനിതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക കേട്ടോ. പിന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇനി സംസാരിച്ച് സമയം കളയാനുള്ള നമുക്ക് വേഗം തന്നെ ഹോം ടൂറിലേക്ക് കിടക്കാം. അപ്പോൾ അതേ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റുകൾ. ഇത് കുറേ ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു 100-500 വീടുകളോളം ഉണ്ട്. കണ്ടോ, എല്ലാം ഒരേപോലെ ഇരിപ്പുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് അതേ ഈ ലാസ്റ്റായിട്ട് കാണുന്ന ഈ ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂമാണ് കേട്ടോ നമ്മുടെ വരുന്നത്. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിലായിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് പോലെ ഉണ്ട് കേട്ടോ. വലിയ വനമൊന്നുമല്ല കേട്ടോ, ചെറിയ രീതിയിലുള്ളൊരു ഇങ്ങനെ ഫോറസ്റ്റ് പോലെയാണ്. അപ്പോൾ അതേപോലെ തന്നെ അതേ അതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് അപ്പാർട്ട്മെൻറ്റുകൾ. ഇതേ അവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, കുറേ ഉണ്ട്. ഒരു 100-500 എണ്ണം കാണാം നമുക്ക് ഇവിടെ. ഇത് കണ്ടില്ലേ? പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ചുറ്റിനായിട്ട് ഇത് കണ്ട ഇങ്ങനെയൊക്കെ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെടികളുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ. നല്ല വൃത്തിയോട് കൂടിയിട്ടാണ് ഇവരിവിടെ ഇങ്ങനെ ഓരോന്ന് മാനേജ് ചെയ്യണത്. ഡെയിലി ഇങ്ങനെ ഓരോ പുല്ലൊക്കെ വെട്ടലും ക്ലീൻ ചെയ്യലും ഒക്കെ ഉണ്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ അതേ ഇവിടെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യണത്. അതേപോലെ തന്നെ അതേ ഈ കാണുന്നതാണ്, ഇതാണ് കേട്ടോ നമ്മുടെ വേസ്റ്റൊക്കെ ഇടണ സ്ഥലം. നമുക്കിവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ വേസ്റ്റ് ഇടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ ഫുഡാണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും ഒക്കെ നമുക്കിങ്ങനെ ഒരുമിച്ച് നമുക്കിങ്ങനെ വേസ്റ്റ് ഇടാം. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഡെയിലി ഇവർ ഇങ്ങനെ വേസ്റ്റൊക്കെ എടുത്തിട്ട് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റ് ഇടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഇവിടെ ഈ അപ്പാർട്ട്മെൻറ്റിലൊക്കെ കൂടി കോമൺ ആയിട്ട് ജിം ഏരിയ ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ട് പാർക്കുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ഒന്ന് വർക്ക് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു ഓഫീസിൻ്റെ ഒരു സിസ്റ്റമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഇതൊക്കെയാണ് ജിമ്മ്, സ്വിമ്മിംഗ് പൂളൊക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഇനി ഞാൻ വരുന്ന വീഡിയോയിൽ കാണിക്കാട്ടെ, എല്ലാം ഇതിൽ ഉൾക്കൊള്ളുത്താൻ പറ്റില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ആളുകൾ ഇങ്ങനെ ചുറ്റിനും നല്ല വൃത്തിയാണല്ലോ, നടക്കാനൊക്കെ ഇങ്ങനെ ഇറങ്ങും ഈ അപ്പാർട്ട്മെൻറ്റിലുള്ളവർ. പിന്നെ ഇവിടെ എല്ലാവർക്കും എന്താ പറയുക, ഡോഗൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ആയിട്ടാണ് എല്ലാവരും ഇറങ്ങണത്. പറയും നമ്മുടെ നാട്ടിലൊക്കെ രാവിലെയും വൈകിട്ടൊക്കെ അല്ലേ എല്ലാവരും നടക്കാറിറങ്ങുക. ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല വെയിലാണെങ്കിലും പകലും ഒക്കെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങണത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനിയിപ്പോൾ അപ്പം ഞാനീ പുറത്തെ കാഴ്ചകളൊക്കെ ആദ്യം കാണിച്ചിട്ട് ഇനി അകത്തേക്ക് കിടക്കാമെന്ന് വിചാരിച്ചത്, അതാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. അപ്പോൾ അതേ ഈ കാണണ്ട, അപ്പോൾ ഇതിലൂടെയാണ് കേട്ടോ നമ്മൾ കിടക്കണത്. അപ്പോൾ പുറത്തുനിന്നുള്ളവർക്കൊന്നും അകത്തേക്ക് കയറാനൊന്നും പറ്റില്ല, കാരണം നമ്മുടെ താക്കോല് ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്കിനി അകത്തേക്ക് കയറാം. അപ്പോൾ അതേ ഈ സാധനം കണ്ട, ഇത് വെച്ചിട്ട് നമുക്കിതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡോറ് ഓപ്പൺ ആവും. എന്നിട്ട് നമുക്ക് തുറക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ അറ്റത്തും ഒരു ഡോറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ അതേ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പ് കയറി ചെല്ലണം. ഇവിടെ ഉണ്ട് നമ്മുടെ റൂം വരുന്നത്. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടുത്തെ വാടകയും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല കേട്ടോ. അപ്പോൾ 2 BHK ഉണ്ടോ നമ്മൾ എടുത്തേക്കണത്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, കറണ്ട് നമ്മുടെ നാട്ടിലെ പോലെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഗ്യാസ് അങ്ങനെ ഉള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ ഫുള്ള് സെൻട്രലൈസ്ഡ് ആണ് കേട്ടോ. AC, അതായത് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ചൂട് വേണമെങ്കിൽ ചൂട്, തണുപ്പ് വേണമെങ്കിൽ തണുപ്പ്, അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അകത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്കിനി അകത്തേക്ക് കയറാം കേട്ടോ. അതേ നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലാട്ടോ. അപ്പോൾ ഈ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോരോ ചവിട്ടി മാതിരി ഇങ്ങനെ ഇങ്ങനെ ഫ്ലോറിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തേക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം 201.
അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു വലിയൊരു പാസേജാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ സൈഡിലേക്കും ഒരു പാസേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പാസേജിലെ കാഴ്ചകളൊക്കെ നമുക്ക് ആദ്യം കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാസേജിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ റൈറ്റ് സൈഡിൽ വലിയൊരു ഡോർ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലിവിങ് റൂം. അപ്പോൾ ഈ ലിവിങ് റൂമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം ഒരു സെറ്റിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നിസാർ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ ആരും ഇവിടെ വരാനൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലിവിങ് റൂമിൽ അങ്ങനെ സെറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സെറ്റ് എടുത്തിട്ട് TV ഒക്കെ ഇരിക്കണേൻ്റെ അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഈ റൂമിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ, വെറുതെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് നിസാർ ഈ റൂമിലിരുന്നാണ് വർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടേബിള് ചെയർ അതൊക്കെ ഈ റൂമിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനെ റൂം ഇങ്ങനെ എന്താ പറയുക, ഡോറൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും ഒരു റൂം പോലെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ലിവിങ് റൂം എന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ കാണിക്കാം. അപ്പോൾ അതേ ഇത് കണ്ട, നമ്മളിപ്പോൾ ഇങ്ങനെ ലിവിങ് റൂം ഇങ്ങനെ തുറക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തുറന്നു വരുമ്പോൾ തന്നെ ഇതാണ് നമ്മുടെ ലിവിങ് റൂം വരുന്നത്. ഇത് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ഒരു ഇതാണ് കേട്ടോ, അവിടെ ഇങ്ങനെ വച്ചേക്കാണ്. അപ്പോൾ ഇതാണ് ലിവിങ് റൂം. അപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ നിസാർ വർക്ക് ചെയ്യാനുള്ള ടേബിള് ചെയർ അങ്ങനെ അറ്റകുറ്റ സാധനങ്ങളൊക്കെ അവിടെ വച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 കബോർഡുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷൂ റാക്ക് പിന്നെ അതേപോലെ ജാക്കറ്റുകൾ അതൊക്കെയാണ് നമ്മളിങ്ങനെ ഇട്ടേക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ റൂമിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വീണ്ടും ഒരു ഡോറ് കാണാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മുടെ AC-യുടെയൊക്കെ ഓരോ മെഷീനുകളും കാര്യങ്ങളൊക്കെ ഇരിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡോർ അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ പ്രധാന ഏരിയ. അതായത് നമ്മുടെ ഡൈനിങ് ഹോള് വരുന്നത് ഈ ഭാഗത്താണ്. അതേപോലെ തന്നെ ഇവിടെയാണ് കേട്ടോ TV യൂണിറ്റും വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ. അതായത് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ജനലുകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഗ്ലാസ് നമുക്ക് തുറന്നിടാൻ പാകത്തിനുള്ള ജനലുകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹോള് വിത്ത് എന്താ പറയുക TV യൂണിറ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ സെറ്റി, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സെറ്റിയാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ലിവിങ് റൂമിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത്. അപ്പോൾ ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ കിച്ചൺ ഉള്ളത്. ഇനി മുതൽ നമ്മൾ എല്ലാ കുക്കിങ്ങും ഒക്കെ ചെയ്യണ നമ്മുടെ ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഈ കിച്ചൺ. അതായത് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കുക്കിംഗ് ചെയ്യുമ്പോൾ TV കാണാനും പിന്നെ അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഡൈനിങ് ഹോളും ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫുഡുകളൊക്കെ സെർവ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കിച്ചൺ. അപ്പം പിന്നെ നമുക്ക് കിച്ചണിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ കിച്ചണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് ഫ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീട് എടുത്തപ്പോൾ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയ ഫ്രിഡ്ജ് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ള് കബോർഡുകളാണ്. പിന്നെ ഇത് ഓവൻ, ഇവിടെയാണ് ഗ്യാസ് അടുപ്പ് വരുന്നത്. പിന്നെ ഇവിടെയും ഫുള്ള് കബോർഡുകളാണ്. ഇത് ഇങ്ങനെ ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സെക്ഷനാണ്. പിന്നെ ഈ മിക്സി കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. ഗ്യാസ് അടുപ്പ്, ഓവൻ, ഗ്രില്ല് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഫ്രിഡ്ജ് ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതും ഒരു അലമാരയാണ്. നമുക്ക് അത്യാവശ്യം പാത്രങ്ങളും സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു കുഞ്ഞു സ്റ്റോറേജ് സ്പേസ് ആണ് ഇത്. അപ്പോൾ എല്ലാം കൊണ്ടും കബോർഡുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത് ഒരു വെള്ളം പ്യൂരിഫൈ ചെയ്യുന്ന ഒരു സാധനം നമ്മൾ വാങ്ങിയതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ കബോർഡുകളാണ്. ഇവിടെയാണ് നമ്മുടെ സിങ്ക് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ ഡിഷ് വാഷർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാക്കനാട് വെച്ച് ഡിഷ് വാഷർ ഉപയോഗിച്ചേക്കണ കാരണം നമ്മൾ ഇവിടെ പാത്രങ്ങൾ കഴുകാൻ ഡിഷ് വാഷർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെയും കബോർഡ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കബോർഡും അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചണും തന്നെയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇത് ഒരുപാട് സൗകര്യം കൂടുതൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കിച്ചൺ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഈ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ കാണുന്ന ഈ റൂമാണ് കേട്ടോ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ നമുക്കിനി ഈ റൂം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. വലിയ വിശാലമായിട്ടുള്ളൊരു റൂം തന്നെയാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ കിട്ടണം, ഇങ്ങനെ വിൻഡോയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ കർട്ടനും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ റൂം എടുത്തപ്പോൾ തന്നെ കിട്ടിയതാണ്. പിന്നെ ഇവിടെ ഒരു ടേബിളും ഒരു ചെയറും ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണതും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഇവിടെ ഇരുന്നിട്ട്. അതേപോലെ തന്നെ ഈ റൂമിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഈ കാണുന്നതാണ് ഒരു ഡ്രസ്സിങ് റൂം. നല്ല വലിയ റൂമാണ്. അത് ഞാനിപ്പോൾ എന്തായാലും തുറന്ന് കാണിക്കണില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബാത്റൂം വരുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് തുറന്ന് കാണിക്കാം. ഇതാണ് ബാത്റൂം. തുറക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഇത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല വലിയ ബാത്റൂമാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വാഷ് ഏരിയ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കാണ്. നല്ല വലിയൊരു ബാത്റൂമാണ് കേട്ടോ നമ്മുടെ ഇത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബെഡ്റൂം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സൈഡിൽ ഇപ്പോൾ നമ്മൾ വന്ന ഫസ്റ്റത്തെ പാസേജില്ലേ, അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം അവസാനിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പിന്നെ വേറൊരു ഇതും കൂടി കാണിക്കാനുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമുക്കിനി അതും കൂടി കാണാം. എന്നിട്ട് നമുക്ക് ആ കയറി വരുമ്പോൾ തന്നെ ഉള്ള ആ പാസേജില്ലേ അപ്പുറത്തെ സൈഡിലേക്ക്, അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ നമുക്കിനി ബാൽക്കണി കാണാം. TV യൂണിറ്റിൻ്റെ ഈ സൈഡിലായിട്ട് ഇതേ ഇവിടെ ഒരു ഡോറ് കണ്ട. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബാൽക്കണി വരുന്നത്. അപ്പോൾ ഞാൻ ബാൽക്കണിയിലെ കാഴ്ച കാണിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. അപ്പോൾ അതേ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഇപ്പോൾ നല്ല വെയിലുണ്ട്, അതാണ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കാണിക്കാനൊന്നും വയ്യ. അപ്പോൾ അതേ നമ്മൾ ഇറങ്ങുമ്പോൾ അതേ അവിടെ നിന്നിട്ടാണ് നമ്മൾ നേരത്തെ ഇൻട്രോയൊക്കെ എടുക്കുന്നത്. ദേ ആ സൈഡിലൊക്കെ നിന്നിട്ടാണ്. അപ്പോൾ നല്ല വ്യൂ ആണല്ലേ. ഈ സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയ. അപ്പോൾ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇത് കണ്ട നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇവിടെ ഇന്ന് കുറേ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണിയിലെ കാഴ്ച. നമ്മളിപ്പോൾ കയറി വരുന്ന ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ പാസേജിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇത് കണ്ട ഒരു വലിയ ഡോറ് കണ്ട. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീനും ഡ്രയറും ഒക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ റൂം ഉണ്ടായിരുന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടിയതാണ്ട, അല്ലാതെ നമ്മൾ വാങ്ങിയതൊന്നുമല്ല. അങ്ങനെ ആ റൂം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഇത് കണ്ട 3 ഡോറ് അടുപ്പിച്ച്. അപ്പോൾ ഈ കാണുന്നത് ഒരു വലിയ കബോർഡാണ് കേട്ടോ. അപ്പോൾ ഇനി അത് കാണിക്കാനൊന്നുമില്ല. പിന്നെ ഈ കാണുന്നത് അടുത്ത ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് അതിലെ കാഴ്ചകൾ കാണാം. അല്ലേ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഇത് മറ്റേതിൻ്റെ അത്രയും വലിപ്പമൊന്നുമില്ല കേട്ടോ, എങ്കിലും നല്ല വലിയ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ വാങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും ഇത് കണ്ടില്ലേ വലിയ വിൻഡോ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം വെട്ടമൊക്കെ കിട്ടും. ആ ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വ്യൂ കിട്ടത്തക്ക രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ ആ വിൻഡോ വന്നേക്കണത്. അതേപോലെ തന്നെ ഈ വന്നേക്കുന്ന ഡോറ് കണ്ട, ഇത് ഈ റൂമിൻ്റെ ഡ്രസ്സിങ് റൂമാണ് കേട്ടോ. അത്യാവശ്യം വലിയ ഡ്രസ്സിങ് റൂം തന്നെയാണ്. അതായത് ഈ റൂമിൻ്റെ ഇത്രയും തന്നെ വലിപ്പമുള്ളൊരു ഡ്രസ്സിങ് റൂം. പക്ഷേ എങ്കിൽ ഞാൻ അതും കാണിക്കണില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിത് ഈ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന ഈ ഡോറ് കണ്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ റൂമിൻ്റെ ബാത്റൂമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി ആ ബാത്റൂം കൂടി ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ റൂമിലെ ബാത്റൂം എന്ന് പറയുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ബാത്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വാട്ടപ്പ് ഉണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഈ ബാത്റൂമിൻ്റെ പ്രത്യേകത. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ബാത്റൂം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഹോം ടൂർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.